നമസ്കാരം, കാർസ് ഗ്യാരേജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ ZX-i+ ഡുവൽ ടോൺ കളർ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി കൈയോടെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ മോർണിംഗിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബ്രീഫായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഞാൻ ഇതിനു മുമ്പ് VXi, LXi, ZXi മോഡൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് വരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പതിപോലെ നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്രില്ലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നേരത്തെ LXi, VXi, ZXi എല്ലാം വേരിയൻസിൽ കണ്ട സെയിം ഗ്രില്ലാണ് ഇതിലും വരുന്നത്. ക്രോസ് മെഷ് ഗ്രില്ലാണ് ഇതിലും വരുന്നത്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ക്രോം ലോഗോ, സെൻട്രലായിട്ട് ഒരു ബോർഡ് ലൈൻസ്, അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു പ്ലേസ്, അതിൻ്റെ താഴെ ലോവർ എയർ ഡാം വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ഹാലജൻ ഫോഗ് ലാംപ്സും ഇതിൽ തന്നെ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ മെയിനായിട്ട് മാറ്റം കാണുന്നത് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. അതായത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടൊരു ക്രോം ഇൻസേർട്ട് വരുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ താഴത്തായിട്ട് ഒരു LED DRലും വരുന്നുണ്ട്. ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും വരുന്നത്. കട്ട് ലെൻസ് ഫ്രെയിമിലാണ് അതിൽ ഇൻഡിക്കേറ്ററും വരുന്നത്. വേറെ നമുക്ക് ഫ്രണ്ടിൽ നിന്നാൽ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ഇതിൻ്റെ ഒരു ഡുവൽ ടോൺ ഫിനിഷാണ്. റൂഫ് വരുന്നൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ റൂഫ് വരുന്നത്. ORVയും സെയിം ആ ഒരു റൂഫിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ORVയും വരുന്നത്. നമുക്ക് ഇതിൻ്റെ എൻജിൻ ബേയിലേക്ക് പോകാം. എൻജിൻ ബേയിൽ വരുമ്പോൾ നേരത്തെ കണ്ട വേരിയൻസിൽ വെച്ച് യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. സെയിം 1197 cc ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഡുവൽ ജെറ്റ് ടെക്നോളജി. അതായത് ഒരു സിലിണ്ടറിൽ 2 ഇഞ്ചക്ടർ വെച്ച് വരുന്ന ടെക്നോളജിയാണ് ഡുവൽ ജെറ്റ് വരുന്നത്. ഓക്കെ, അതിൻ്റെ താഴെ മറ്റ് വേരിയൻസ് കണ്ടപ്പോൾ തന്നെ താഴത്തൊരു ഷീൽഡും വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ സെയിം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണ് ഈ വണ്ടിക്കൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നത്. നമുക്ക് ഈ ഡുവൽ ടോൺ കളറോട് വന്നതോടുകൂടി തന്നെ ഒരു മിനി കൂപ്പർ സ്റ്റൈൽ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോൾ മാറ്റം നമുക്ക് പ്രകടമാണ്. ആ ഒരു ഡുവൽ ടോണിൻ്റെ ഫിനിഷ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു ഡുവൽ ടോൺ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് C പില്ലറിൽ ഒരു കട്ടിങ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ മാറ്റം വരുന്നത് ഒന്ന് ഈ അലോയ്സ് ആണ്. അലോയ്സ് നമുക്ക് ZXi കണ്ടത് ZXi തൊട്ട് നമുക്ക് അലോയ് വീൽ വരുന്നത്. ZXiയിൽ നമുക്കൊരു അലൂമിനിയം ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ ZXi+ അതായത് ഫുൾ ഓപ്ഷനിലേക്ക് വന്നപ്പോൾ ഒരു ഡുവൽ ടോൺ ഒരു ഗ്ലോസ് ബ്ലാക്ക് വിത്ത് ഒരു ക്രോം ഫിനിഷ് അലോയ് വീൽസാണ് ഇതിൽ നമുക്ക് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വരുമ്പോൾ 185, 65, 15 ആണ് ടയർ സൈസ് വരുന്നത്. സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം മക്ഫേഴ്സൺ സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിങ്സ് ആണ് ഇതിൽ വരുന്നത്. സൈഡിൽ നമ്മുടെ LXiയിൽ കണ്ടപ്പോൾ നമുക്ക് ഫെൻഡറിലായിരുന്നു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നത്. VXi, ZXiയിൽ ORVയിൽ തന്നെയായിരുന്നു ഇൻഡിക്കേറ്റർ വന്നിരുന്നത്. ഒരു സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് ഇതിൽ വരുന്നത്. ORVയും വരുന്നൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് ORVയും വരുന്നത്. നമുക്ക് ZXi കണ്ട പോലെ തന്നെ ആ ഒരു ഹാൻഡിൽ ബാസിൽ തന്നെ ഒരു റിക്വസ്റ്റ് സെൻസറും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് ഫിനിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് VXi തൊട്ട് A പില്ലർ B പില്ലർ ബ്ലാക്ക് ഔട്ടാണ്. നമുക്കിതിൻ്റെ ഒരു റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡുവൽ ടോണിൻ്റെ ഒരു കളർ റൂഫ് ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഈ പോർഷനിൽ നിന്ന് കവർ ചെയ്ത് ബാക്കിലെ ഈ ഒരു ഡിക്കിയുടെ മുകളിൽ റൂഫിൻ്റെ ആ ഒരു പോർഷൻ വരെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൈഡിലെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. ZXiയിൽ കണ്ട പോലെ തന്നെ സെയിം ആ ഒരു ഡോർ ലിവർ വരുന്നത് ക്രോം ടൈപ്പാണ്. ഇൻഡിവിജ്വലി ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യുന്ന ഒരു ബട്ടൺ. നമുക്കവിടെ ഗ്രാബ് ഹാൻഡിൽ അതിൽ നമുക്കൊരു കോയിൻസ് എന്തെങ്കിലും കാര്യം ഇൻസേർട്ട് ചെയ്യാം. ഒരു പോക്കറ്റ് ടൈപ്പ് ഗ്രാബ് ഹാൻഡാണ് ഇതിൽ വരുന്നത്. സ്വിഫ്റ്റിൽ എല്ലാ വേരിയൻസിലും വരുന്നത്. പവർ വിൻഡോ ബട്ടൺ. ഈ ഒരു ഗ്രാബ് ഹാൻഡിൻ്റെ സൈഡിലായിട്ടൊരു ലൈറ്റ് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ആംബ്രസ്റ്റാണ് നമുക്ക് ഇതിൽ വരുന്നത്. അത് VXi തൊട്ട് ഈ ഒരു ടൈപ്പാണ് വരുന്നത്. LXiയിൽ മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. അതിൻ്റെ താഴെയൊരു മാഗസിൻ ഫോൾഡർ, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ. പിന്നെ നമുക്കൊരു സ്പീക്കറിൻ്റെ അത് നമുക്ക് VXi തൊട്ട് 4 ഡോസിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആ സ്പീക്കറിൻ്റെ സ്ലോട്ടാണ് ഈ കാണുന്നത്. അകത്തേക്ക് നോക്കിയാൽ ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. നമുക്ക് മറ്റ് വേരിയൻസ് കാണുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ അകത്ത് കയറിയാലും കാണാൻ സാധിക്കുക. പെൻസിൽ വരുമ്പോൾ VXiയിലും LXiയിലും കണ്ട പോലെ തന്നെ ഒരു ഷട്ടർ വരുന്നുണ്ട്. VXiയിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു അതായത് ഇതിൻ്റെ താഴെയുള്ള ZXi വേരിയൻസിൽ കണ്ട പോലെ തന്നെയുള്ളൊരു ലൈറ്റ് ഗ്രേ ഫിനിഷ് ഒരു എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ സെൻട്രലായിട്ട്. അതിൻ്റെ താഴെയായിട്ടൊരു മറ്റ് വേരിയൻസിൽ കണ്ട അതേ സെയിം ഒരു ഗ്ലൗ ബോക്സ്. എയർ ബാഗ് വരുന്നത് ഒന്ന് കോ ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്, ഒന്ന് നമ്മുടെ ഡ്രൈവറിൻ്റെ സൈഡിലും എയർ ബാഗ് വരുന്നുണ്ട്. ഈ AC വെൻസിന് ചുറ്റുമായിട്ടൊരു ലൈറ്റ് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 2 AC വെൻസിന് സൈഡിലായിട്ട്. സെൻട്രലായിട്ട് ഹസാർഡിൻ്റെ ബട്ടൺ, സെൻട്രൽ ലോക്കിൻ്റെ വാർണിംഗ് ലൈറ്റ്.
നമുക്കിനി ബാക്ക് സീറ്റിലേക്ക് പോകാം. ബാക്കിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. സെയിം മറ്റ് വേരിയൻസിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത്, ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ വരുന്നത്. മറ്റ് വേരിയൻസ് VXC ZXC കണ്ട പോലെ തന്നെ ഒരു ക്രോം ലിവറാണ് ഇതിൽ വരുന്നത്. ഇൻഡിവിജ്വലി ലോക്ക് അൺലോക്ക് ചെയ്യുന്ന ഒരു ബട്ടൺ, പവർ വിൻഡോ ബട്ടൺ, ഗ്രാബ് ഹാൻഡിൽ. ഇവിടെ നമുക്ക് ഫാബ്രിക് അല്ല പ്ലാസ്റ്റിക്കാണ് ഇതിൽ വരുന്നത്. ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ. മറ്റ് വേരിയൻസ് കണ്ട പോലെ തന്നെ സെയിം ഫാബ്രിക് സീറ്റ്സാണ് ഇതിലും വരുന്നത്. നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റാണ്. ZXC യോട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത്, 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നത്. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ബാക്കിലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ZXC വേരിയൻ്റ് തൊട്ടാണ് അത് വരുന്നത്, ആ ഓപ്ഷൻ വരുന്നത്. ബാക്കി ബാക്കിലെ സീറ്റിലെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. നമുക്ക് ബാക്കിലെ സൈഡിലേക്ക് നോക്കുമ്പോൾ സീ പില്ലറിൽ വരുന്ന ഒരു ബ്ലാക്ക് എലമെൻറ്റ് നേരെ വിൻഷീൽഡിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള മറ്റ് വേരിയൻസിൽ കണ്ട സെയിം ഒരു ഫ്യൂവൽ ക്യാപ്പ്. നമുക്ക് ബ്രേക്ക് ലൈറ്റ്സ് സെയിം മറ്റ് വേരിയൻസ് കാണുന്ന LXC യോട്ട് കാണുന്ന അതേ സെയിം ടെയിൽ ലൈറ്റാണ് ഇതിൽ വരുന്നത്. LED സ്ട്രിപ്പോടുകൂടിയുള്ള പാർക്ക് ലൈറ്റ്, LED ബ്രേക്ക് ലാമ്പ്, ഹാലോജൻ ഇൻഡിക്കേറ്റർ, ഹാലോജൻ റിവേഴ്സ് ലാമ്പ്. നമുക്കിന് ബാക്കിൽ സസ്പെൻഷൻ വരുന്നത് ടോർഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിങ്സാണ് വരുന്നത്. ബാക്കിൽ 4 ഡോട്ട് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ഒരു സ്ലോട്ട്. നമുക്ക് ഈ ZXC യോട്ടാണ് നമുക്ക് ഈ ഒരു ഡീഫോഗർ ആൻഡ് വൈപ്പർ ഓപ്ഷൻ വരുന്നത്. അതിന് മുകളിലായിട്ടൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പ് വിത്ത് അത് LED ടൈപ്പാണ്. അതിന് മുകളിലായിട്ടൊരു വാഷറും വരുന്നുണ്ട്. ഡിക്കിയുടെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ, ക്രോം ഫിനിഷിലുള്ള സുസുക്കി ലോഗോ. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്വിഫ്റ്റിൻ്റെ ഒരു എംബ്ലം. ഒരു പാഴ്സൽ ഷെൽഫും നമുക്ക് ഈ മോഡലിന് വരുന്നുണ്ട്. അത് VXC തൊട്ട് അവൈലബിൾ ആണ്. നമുക്ക് സ്വിഫ്റ്റിന് വരുന്നത് 268 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഇതിൽ വരുന്നത്. ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സ്വിഫ്റ്റിന് എല്ലാ മോഡൽസിനും 268 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഈ ZXC പോലെ തന്നെ നമുക്ക് ബൂട്ടിലായിട്ടൊരു ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് കിറ്റ് പോലെ കവേഴ്സ് എന്തെങ്കിലും തൂക്കിയിട്ടുള്ളൊരു ഹുക്കാണ് വരുന്നത്. നമ്മുടെ ജാക്ക്, ലിവർ, സ്പാനസ് എല്ലാം കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നൊരു പോക്കറ്റാണത്. സ്റ്റെപ്പിനി സെയിം മറ്റ് വേരിയൻസിൽ കാണുമ്പോൾ തന്നെ 165, 80, 14 ഇഞ്ച് വീൽസാണ് നമുക്ക് സ്റ്റെപ്പിനായിട്ട് വരുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു ഡുവൽ ടോണിൻ്റെ ഒരു ഭംഗി നമുക്ക് പ്രകടമാണ്. കറക്റ്റായിട്ട് നമുക്കൊരു ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ഡിസൈനോട് വന്നുകൂടിയാണ് നമുക്ക് അത്ര ഒരു ഭംഗി നമുക്ക് തോന്നിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇനി ഡ്രൈവർ സൈഡിൻ്റെ സീറ്റിലേക്ക് കയറിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ ഒരു ലിവറിലും ആ റിക്വസ്റ്റ് സെൻസറും പിന്നെ കീ ഇടാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൻ്റെ ഡോർ പാഡാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഡോർ ലിവർ ക്രോം ടൈപ്പ് തന്നെ VXC ZXC വരുന്ന പോലെ തന്നെ ഇൻഡിവിജ്വലി ലോക്ക് അൺലോക്ക് ചെയ്യുന്ന ഒരു ലിവർ, ഒരു സ്വിച്ച്, മാനുവലി ലോക്ക് ചെയ്യാവുന്ന സെൻട്രൽ ലോക്ക് ചെയ്യാവുന്ന ഒരു ബട്ടൺ, ലോക്ക് ആൻഡ് അൺലോക്ക്, പവർ വിൻഡോ ലോക്ക് അൺലോക്ക്, മിറർ, അതായത് ORVM ഫോൾഡ് ആൻഡ് അൺഫോൾഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. നമുക്ക് ORVM അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ജോയ്സ്റ്റിക്ക്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്ലസ് ആകൃതിയിലാണ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓട്ടോ ഡ്രൈവർ സൈഡ് നമുക്ക് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. 1 ടച്ചിൽ ഡൗൺ ചെയ്യാം, അപ്പ് ഓക്കെയും ചെയ്യാം. ബാക്കി 3 ഡോസിൻ്റെ പവർ വിൻഡോ ബട്ടൺസ്. സെയിം നമ്മൾ നേരത്തെ ഈ കോ ഡ്രൈവർ സൈഡിൻ്റെ ഡോർ സൈഡിൽ കണ്ട അതേ ഒരു എലമെൻറ്റ് നമുക്ക് ഈ ഒരു സൈഡിലും വരുന്നുണ്ട്. ആംബ്രസ്റ്റിൻ്റെ അവിടെ ഒരു ഫാബ്രിക് ഫിനിഷ് വരുന്നുണ്ട്. ഒരു ഗ്രാബ് ഹാൻഡിൽ അതിലൊരു പോക്കറ്റും വരുന്നുണ്ട്. മാഗസിൻ ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ, സ്പീക്കറിന് സ്ലോട്ട്. ഈ ZXC കണ്ട പോലെ തന്നെ അവർ ഈ ORVMൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ട്വീറ്റേഴ്സ് ZXC പ്ലസിലും വരുന്നുണ്ട്. ഇതിലൊരു കുറവ് ഞാൻ കണ്ടത് നമുക്ക് ഈ ഒരു IRVM ഈ മോഡലിലും മാനുവലി അഡ്ജസ്റ്റബിൾ ആണത്. LXCയിൽ അഡ്ജസ്റ്റബിൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. VXC തൊട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. പക്ഷേ നമുക്ക് ZXC പ്ലസിലെങ്കിലും ഓപ്ഷനിൽ ഒരു ഓട്ടോ IRVM കൊടുക്കാമായിരുന്നു. AC വെൻസ് എല്ലാം ഒരു ഷട്ടർ ഉള്ള AC വെൻസാണ് ഇതിലും വരുന്നത്. VXC നമുക്ക് LXC തൊട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്മാർട്ട് കീ ഉള്ള വണ്ടികളിൽ വരുന്ന എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച്, അതിന് ചുറ്റുമായിട്ട് ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ, ESP. നമുക്ക് ESP വരുന്ന നമുക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഈ ഓട്ടോമാറ്റിക് AMT 5 സ്പീഡ് AMT ആണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുക. അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവലുണ്ട്. ഈ 5 സ്പീഡ് AMTയിൽ ഹിൽ ഹോൾഡും അതുപോലെ തന്നെ ESP എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. നമുക്ക് കയറ്റങ്ങളിൽ വണ്ടി ബാക്കിലേക്ക് ഇറങ്ങി പോരാതെ പിടിച്ച് നിർത്തി നമുക്ക് ഹോൾഡ് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ കറക്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഐകാർഡിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ESP എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ കോർണറിങ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ഓടി പോകുന്ന പെട്ടെന്നൊരു വളവ് വരാം, മീൻസ് പെട്ടെന്ന് വളക്കാൻ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിക്കുക. അപ്പോൾ ഓവർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റിയറിംഗ് വരാതെ കീപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ESP. ഓക്കെ,
ഇത് നമ്മുടെ ലോ ബീമിൻ്റെ ഹെഡ്ലൈറ്റ് ലെവലിംഗ്. സ്റ്റിയറിംഗ് വരുന്നത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഇതിലും വരുന്നത്. ഇസഡ് എക്സ് കണ്ട അതേ ലെതർ റാപ്ഡ്. സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലായിട്ട് സെൻട്രലായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷ്ഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇസഡ് എക്സിലും ഇത് കാണാം. അതുപോലെ സ്റ്റിയറിംഗ് സെൻട്രലായിട്ട് എയർ ബാഗ് വരുന്നുണ്ട്. സെൻട്രലൊരു സുസുക്കിയുടെ ക്രോം ലോഗോ, ചുറ്റുമായിട്ടൊരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു റൗണ്ട് എലമെൻറ്റ്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമ്മുടെ സ്വിഫ്റ്റ് ഇസഡ് എക്സ് പ്ലസ്സിലാണ് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ വരുന്നത്. ഈ 2021 വന്ന മെയിൻ മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ക്രൂയിസ് കൺട്രോൾ. ഓക്കെ, നമുക്ക് സുസുക്കിയുടെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഇസഡ് എക്സ് പ്ലസ് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഈ ക്രൂയിസ് കൺട്രോൾ കിട്ടുള്ളൂ. ക്രൂയിസ് കൺട്രോൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ 40 കിലോമീറ്റർ വേഗതയ്ക്ക് മേളിലും വണ്ടി തേർഡ് ഗിയറിലും ആയിരിക്കണം. എന്നിട്ട് ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക. സെറ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് താഴത്തേക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ക്രൂയിസ് കൺട്രോൾ ഓപ്പറേറ്റ് ആയി. ഇനി അത് ഡീആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ക്യാൻസൽ കൊടുക്കാം, അതല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്യാം. ഈ MT വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബട്ടൺ ക്യാൻസലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള ഒരു ലിവറാണ്, ഒരു ബട്ടണാണ് ഈ കാണുന്നത്. പ്ലസ് ആൻഡ് മൈനസ് നമുക്കിതിൽ നോക്കിയാൽ കാണാം. ഇതിന് ചുറ്റുമായിട്ടൊരു ലൈറ്റ് സിൽവർ ഫിനിഷിലൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മ്യൂസിക് കൺട്രോൾസ്, സ്റ്റീരിയോയുടെ ഒരു കൺട്രോൾസാണ് കാണുന്നത്. ചാനൽ മാറ്റാനും വോളിയം കൂട്ടാനും മോഡ്സ് കൺട്രോൾ ചെയ്യാനും മോഡ്സ് ചേഞ്ച് ചെയ്യാനും വോളിയം മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിന് സൈഡിലായിട്ട് നമുക്ക് ഈ മോഡൽസിലും ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ കോൾസ് വന്നാൽ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, കോൾ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വോയിസ് കമാൻഡ്, നമുക്ക് ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ കാണുന്ന ഈ വോയിസ് കമാൻഡിൻ്റെ ഓപ്ഷൻ. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. അതായത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഇസഡ് എക്സ് പ്ലസ് 2021 വന്ന വേറൊരു പുതിയൊരു മാറ്റം, കളർ TFT MID എന്ന് പറയുന്നത്. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. ബലേനോ അല്ലെങ്കിൽ ഇഗ്നീസ് XL6, സിയാസ്, എസ്ക്രോസ്, എർട്ടിഗ എന്നീ വണ്ടികളും പുതിയ ഡിസൈറിലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഫുൾ ഓപ്ഷനിൽ ഈ ഒരു കളർ ഡിസ്പ്ലേ നമുക്ക് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു 2 നോബ്സ് ഉണ്ട്, റൈറ്റിലുണ്ട് ലെഫ്റ്റിലുണ്ട്. ലെഫ്റ്റിലത്തെ വെച്ചാൽ നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെൻറ്ററിലെ ആ ഒരു MIDയുടെ മെയിൻ കൺട്രോൾസ് വരുന്നത് ഈ റൈറ്റ് നോബിലായിരിക്കും. മറ്റ് എർട്ടിഗ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടികൾ ഡിസൈർ ഒഴികെയുള്ള ഈ ഒരു കളർ MID വരുന്ന വണ്ടികൾ ഒരു നീല ആംബിയൻസ് ആയിരിക്കും അതിൽ കൂടുതൽ കാണാം. എന്നാൽ ഡിസൈറും സ്വിഫ്റ്റിലും വരുന്ന ഒരു റെഡ് ആംബിയൻസ് ആയിരിക്കുള്ളൂ. ഒരു ഡിജിറ്റൽ ക്ലോക്ക് വരുന്നുണ്ട്. മോഷൻ, അതായത് നമുക്ക് വണ്ടിയുടെ ഒരു മോഷൻ അറിയിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുന്നത്. വണ്ടിയുടെ ഇൻസ്റ്റൻറ്റ് ടോർക്കും പവറും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ആക്സലേഷൻ ആൻഡ് ബ്രേക്കിൻ്റെ ഒരു ഗ്രാഫിക്കൽ, അത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് വണ്ടി ഡോർസ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കറക്റ്റായിട്ട് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതുപോലെ ആവറേജ് ഫ്യൂൽ എക്കോണമി, റേഞ്ച് കാര്യങ്ങൾ കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് കാണിക്കുന്ന ഫ്യൂവലിൻ്റെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ. ഡ്രൈവിംഗ് ടൈം, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വണ്ടിക്ക് 2020 സ്വിഫ്റ്റിലെ LXi തൊട്ട് നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുവഴി എത്ര ഫ്യൂൽ സേവ് ചെയ്തു അതിൻ്റെ ടോട്ടൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടൈമാണ് മേളിലും കാണിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് കളർ MIDയുടെ സൈഡിലായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്യൂവലിൻ്റെ ഒരു ഗേജ് വരുന്നുണ്ട്. MIDയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടാക്കോമീറ്റർ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഗേജ് വരുന്നുണ്ട്. വാർണിംഗ് ലൈറ്റ്സും വരുന്നുണ്ട്. നമുക്കപ്പോൾ ഈ മോഡലിൽ വരുന്ന സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് മാരുതി വിളിക്കുന്ന ഒരു ആൻഡ്രോയിഡും ആപ്പിൾ ഫോൺസ് കണക്ട് ചെയ്യാൻ വരുന്ന ഒരു പുതിയൊരു സ്റ്റീരിയോ ആണ്. നമുക്ക് ഇസഡ് എക്സിൽ കണ്ട അതേ സ്റ്റീരിയോ എന്നാൽ മറ്റ് മാരുതിയുടെ മോഡൽസിലും ഇപ്പോൾ ഈ ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനു മുമ്പും ഈ ഒരു സ്റ്റീരിയോ ഉണ്ടായിരുന്നു. സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്നായിരുന്നില്ല, സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു മോഡലായിരുന്നു. അതും അതിൻ്റെ ആംബിയൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു, ഇൻ്റർഫേസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പുതിയ മോഡൽ നമുക്ക് AM വരുന്നുണ്ട്, FM വരുന്നുണ്ട്. ഡേറ്റ് കാര്യങ്ങൾ, സമയം കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ മൈലേജ് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. മീഡിയാസ്, FM, AM, DRM, ഓക്സിലറി, ബ്ലൂടൂത്ത്, USB. ഇതിൽ നമുക്ക് മൊബൈൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻസാണ് ഈ കാണിക്കുന്നത്. എല്ലാം നമുക്ക് കോൺടാക്ട് ലിസ്റ്റ്, മെസ്സേജ് കാര്യങ്ങളെല്ലാം അതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ എന്നിവ കണക്ട് ചെയ്താൽ അത് കാണിക്കുന്നൊരു ഓപ്ഷനാണ് ഈ കണക്ട് എന്നുള്ള ഫീച്ചർ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഹോം ബട്ടൺ, സെറ്റിങ്സ്, നമുക്ക് മീഡിയാസ് എടുക്കാനുള്ളൊരു 1 ടച്ച് ബട്ടൺ, ബാക്ക് ബട്ടൺ, സ്റ്റാൻഡ് ബൈ ബട്ടൺ, വോളിയം പ്ലസ് മൈനസ്, മ്യൂട്ട് ബട്ടൺ.
സ്റ്റീരിയോയുടെ താഴെയായിട്ട് നമുക്ക് എ സിയുടെ കൺട്രോൾസ് കാണാം. നമ്മൾ ഇസഡ് എക്സിയിൽ കണ്ട അതേ ഒരു ഡിജിറ്റൽ ടൈപ്പാണ് നമുക്ക് ഈ ഇസഡ് എക്സ് പ്ലസിനും വരുന്നത്. കൺട്രോൾസും വരുന്നതും അതിൻ്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റും വരുന്നതും. ഡിസ്പ്ലേ യൂണിറ്റ് വരുമ്പോൾ ഡിജിറ്റലാണ്. നമുക്ക് മോഡ്സ് കാര്യങ്ങൾ, അതുപോലെ എയർ ഫ്ലോയുടെ കാര്യങ്ങൾ, ടെമ്പറേച്ചർ, ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോ, അതെല്ലാം നമുക്ക് ഇതിൽ ഈ ഡിസ്പ്ലേ കാണിക്കും. മോഡിൻ്റെ സ്വിച്ച്, നമുക്ക് ഈ ബ്ലോവർ കാര്യങ്ങൾ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച്, എ സി കൺട്രോൾ ചെയ്ത് എ സി ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ളൊരു നോബ്, അതിൽ തന്നെ ഓട്ടോയുടെ ഒരു സ്വിച്ചും കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എയറിൻ്റെ ഫ്ലോ കൺട്രോളിന് സ്വിച്ച്, നമുക്ക് ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോളിന് ഒരു നോബ്, അതിൻ്റെ സെൻട്രലായിട്ട് ഫ്രണ്ട് ഡീഫോഗറിൻ്റെയും റിയർ ഡീഫോഗറിൻ്റെയും 2 സ്വിച്ച് കാണാൻ പറ്റും. താഴെയായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഫോൺ മറ്റു കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ്. അതിന് മുകളിലായിട്ട് 12 വോൾട്ടിൻ്റെ ഒരു സ്ലോട്ട്, ഓക്സിലറി USB കോഡിൻ്റെ സ്ലോട്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇസഡ് എക്സിൽ കണ്ട അതേ ഒരു സ്മാർട്ട് കീ തന്നെയാണ് ഇതിലും വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ മോഡൽ ഒരു AMT ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലീവറും കാര്യങ്ങളാണ് ഈ കാണുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, മാനുവൽ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു AMTയുടെ ഡ്രൈവ് എങ്ങനെ AMT വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ ഈ AMT ഗിയർ മോഡ് ഫങ്ഷൻസ് എന്തെല്ലാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ഐക്കാർഡിൽ കൊടുത്തിരിക്കാം, ജസ്റ്റ് നിങ്ങൾ കയറി നോക്കുക. ഈ ഗിയർ ലിവറിന് ചുറ്റുമായിട്ടൊരു അലുമിനിയം ഫിനിഷ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗിയർ നോബിന് ചുറ്റുമായിട്ടൊരു ഗ്ലോസ് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്കൊരു സ്പേസ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നത്, അത് പാർക്കിംഗ് ബ്രേക്കിൻ്റെ താഴെയായിട്ട്. ഓക്കെ, എനിക്ക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ടിപ്പിലൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടൊരു കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വേരിയൻസിൽ പറഞ്ഞ അതേ ഒരു സീറ്റ് കാര്യങ്ങൾ ഇതിലും വരുന്നത്. VXC തൊട്ട് നമുക്കൊരു ബക്കറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. LXയിൽ മാത്രം നമുക്ക് ഈ ഫ്രണ്ടിൽ 2 സീറ്റിൻ്റെ ഹൈറ്റ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ. ബാക്കി VXC തൊട്ട് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുന്നത്. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കംഫർട്ടായിട്ടുള്ളൊരു സീറ്റാണ് വരുന്നത്. തൈ സപ്പോർട്ട്, നമുക്ക് ഒരു ഡീസൻറ്റ് തൈ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ 2 സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മിററും വരുന്നുണ്ട്. പിന്നെ എയർ ബാഗിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ഡോർ ലൈറ്റ് അല്ലെ അഥവാ ക്യാബിൻ ലൈറ്റ്, ഡ്രൈവറിൻ്റെ ഒരു സൺവൈസറും വരും. അതിൽ ടിക്കറ്റ് ഹോൾഡറിൻ്റെ സ്പേസും വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു IRVM ഓട്ടോ ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോയി. നോർമലി ഇപ്പോൾ ഒരു മാനുവൽ അഡ്ജസ്റ്റബിൾ IRVM ആണ് ഇതിൽ വരുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു മോഡലാണ്. ഡുവൽ ടോണിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. ഒരു മിനി കൂപ്പർ ടച്ച് കൊടുക്കുന്നുണ്ട് ഡുവൽ ടോണോട് വന്നപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കും സ്പോർട്ടി പെർഫോമൻസും, അതായത് 1.2 ഡുവൽ ജെറ്റിലെ ഒരു 89 ഹോഴ്സസാണ് ഈ വണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു പവർ. മൈലേജും അത്യാവശ്യം 23.4 കമ്പനി പറയുന്ന മൈലേജ് ഉണ്ട്. AMT ആണെന്നുണ്ടെങ്കിൽ 23.3 കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജും വേണം എന്ന് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ഉചിതമായ ഒരു കാറാണ്. അതും നമുക്കിതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഇസഡ് എക്സ് പ്ലസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,83,000 ആണ് എക്സ്ഷോറൂം കൊച്ചിയും പ്രൈസ് വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസഡ് എക്സ് പ്ലസിൽ നമുക്ക് ഡുവൽ ടോൺ 3 കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. റെഡ് വിത്ത് റൂഫ് ബ്ലാക്ക്, വൈറ്റ് വിത്ത് റൂഫ് ബ്ലാക്ക്, ബ്ലൂ വിത്ത് റൂഫ് വൈറ്റ്. ഈ 3 കളേഴ്സും, അതായത് റെഡ്, വൈറ്റ്, ബ്ലൂ, ഈ 3 കളേഴ്സ് നമുക്ക് സിംഗിൾ കളറായിട്ട് ഫുൾ ഓപ്ഷനിൽ ലഭിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡുവൽ ടോൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. സിംഗിൾ കളറായിട്ട് വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവർ എന്നൊരു കളറുണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ചും ഉണ്ട്. ഈ 3 കളേഴ്സ് മാത്രമേ ഇസഡ് എക്സ് പ്ലസിൽ, അതായത് ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് സിംഗിൾ കളറായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു കാറിൻ്റെ വീഡിയോയുമായി കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.